വാഹനങ്ങളിൽ അനുവദിക്കാൻ കഴിയുന്ന മോഡിഫിക്കേഷനുകളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഗതാഗത കമ്മീഷണർ. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അനുമതി കൂടാതെ ചെയ്യാൻ കഴിയുന്ന 18 തരം മോഡിഫിക്കേഷനുകളും പ്രത്യേക അനുമതിയോടെ ചെയ്യാൻ കഴിയുന്ന മറ്റു ചില മോഡിഫിക്കേഷനുകളുമാണ് റിപ്പോർട്ടിലുള്ളത്. ബോഡി സ്റ്റിക്കറുകൾ, സീറ്റ് കവറുകൾ, ഡാഷ് ക്യാം, GPS ട്രാക്കർ തുടങ്ങിയ 18 മോഡിഫിക്കേഷനുകളാണ് അനുമതിയില്ലാതെ ചെയ്യാൻ കഴിയുന്നവയായി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സ്റ്റിക്കറുകൾ മാന്യമായവയാകണമെന്നും നിർദ്ദേശമുണ്ട്. വാഹനത്തിന്റെ നിറം മാറ്റം ഉൾപ്പെടെയുള്ള മോഡിഫിക്കേഷനുകൾക്കാണ് പ്രത്യേക അനുമതി വേണ്ടത്. അധിക സ്പീക്കറുകൾ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ബോഡി സ്റ്റിക്കറുകൾ, ക്രോം ഗാർണിഷ്, ഡാഷ് ക്യാം, ഡോർ വൈസറുകൾ, ഫ്ലോർ മാറ്റുകൾ, GPS ട്രാക്കർ, ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, മഡ് ഫ്ലാപ്പുകൾ, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, റൂഫ് കാരിയറുകൾ, സീറ്റ് കവർ, 50% സുതാര്യമായ സൺ ഫിലിം, സ്റ്റിയറിംഗ് വീൽ കവർ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോം ഹുക്കുകൾ എന്നിവയ്ക്കാണ് അനുമതിയുള്ളത്. ഫീസ് അടച്ച് പ്രത്യേക അനുമതിയോടെ വാഹനങ്ങളുടെ നിറം മാറ്റാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് RCയിൽ രേഖപ്പെടുത്തണം. കൂടാതെ LPG, CNG കിറ്റ് വയ്ക്കുന്നത്, ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കുന്നത്, ഇലക്ട്രിക് ആക്കി മാറ്റുന്നത്, എഞ്ചിൻ മാറ്റുന്നത്, ഷാസി ഫ്രെയിം മാറ്റുന്നത് എന്നിവയും പ്രത്യേക അനുമതിയോടെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകളാണ്. ഇവയും RCയിൽ രേഖപ്പെടുത്തണം. അതേസമയം ഇപ്പോൾ അനുവദിക്കുന്ന മോഡിഫിക്കേഷനുകൾ പലതും നേരത്തെ തന്നെ നിലവിലുള്ളവയാണെന്ന വിമർശനം ഇതിനകം ഉയർന്നിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ.